ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയുടെ യാമം നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ എൻ്റെയും ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യകരമായ പദവിക്കായി, പ്രത്യാശയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യാൽ 2024 ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അവശേഷിച്ചിരിക്കുന്നത്. ഈ സമയം ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരത്തെ നൽകി. ഇന്ന് സന്ധ്യയിങ്കൽ കർത്തൃപാദാന്തിയായിരിക്കുന്ന ശാലോം വർഷിപ്പ് സെൻ്ററിൻ്റെ സീനിയർ ശുശ്രൂഷകനും ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്തൃദാസൻ പാസ്റ്റർ നൈനാൻ കോശി അവറുകൾ, പ്രിയ സൂസൻ ആൻറ്റി, മൈ ഡിയർ ബ്രദർ സാം, ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്തൃവേലയിൽ വിവിധ നിലകളിൽ കർത്താവിനാൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, സഭയിലുള്ളതായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിച്ചു. 2024 ഓരോ ദിനങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവഭേദ്യമായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും ഈ തരുണത്തിൽ എൻ്റെ ഹൃദയംഗമായ നന്ദിയെ അറിയിക്കുന്നു. 2024 പിന്നിട്ട ദിനങ്ങളെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധങ്ങളായിട്ടുള്ളതായ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ നമ്മുടെ സഭാജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒരു സൈഡിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ മറു സൈഡിൽ നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും നാളുകളായിരുന്നു നാം പിന്നിട്ടത്. സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളതായ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും പറയുവാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവമായ കർത്താവ് ക്ഷേമത്തോടെ നമ്മെ വഴി നടത്തി. നമുക്കത് മാത്രമേ ഇന്ന് രാത്രിയിൽ പറയുവാനുള്ളൂ. The Lord was faithful to me and He kept His promises with me alive. That's the reason why this evening I come to the presence of God and praise His name, having a thankful heart in my life. So my dear brothers and sisters, the hands of God was so fantastic, amazing in our life. ഞാൻ ശുദ്ധവേദ പുസ്തകത്തിലെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നിധാനം അത് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണത്. അവിടെ നമുക്കൊരു പ്രാർത്ഥന കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് യബ്ബേസ് എന്ന് പറയുന്നതായ മനുഷ്യനാണ്. First Chronicles chapter 4 verse 9 and 10, when we read, there we see a man called Jabez prayed unto the Lord. And when we see the background of Jabez, from the time of birth itself, the mother of Jabez gave him a name called the son of sorrows. യബേസിന്റെ ജീവിതത്തിൽ അവൻ പിറന്നു വീണ നാളിൽ അവനവന്റെ അമ്മ നൽകിക്കൊടുത്തതായ ഒരു പേരുണ്ടായിരുന്നു. ആ പേരാണ് വ്യസന പുത്രൻ. ജനിച്ച നാൾ മുതൽ തൻ്റെ ജീവിതത്തിൽ ആ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും അതേ വേദനയോടെ, വ്യസനത്തോടെ അവനെ കാണുന്നവർ, അവൻ ചെല്ലുന്നിടത്ത് മറ്റുള്ളവരും അതേ വ്യസനത്തോടെ ആയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ലോകം അവനെ വിളിച്ചുകൊണ്ടിരുന്നത് വ്യസനപുത്രൻ എന്നായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ
താൻ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമുക്ക് 10-ാം വാക്യത്തിൽ കാണാം. 4 കാര്യങ്ങളാണ് അവിടെ ജബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. When we see the life of Jabez, the whole world was calling him the son of pain. But when he was going through this agonized situation in his life, he went unto the Lord of Israel and prayed in his presence. And the prayer, he included 4 things that the verse 10 clearly says to us. The first thing he was praying, Lord, you bless me. The second thing he was praying, the Lord, you enlarge my territory. The third thing, he prayed to the Lord, Lord, be close to me. Take care of me. Your hand always be with me. And the fourth things, he was praying, oh Lord, keep me away from harmful things. നമുക്കറിയാം, ഈ ജബേസിന്റെ പ്രാർത്ഥനയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുമാറാണ്. 2, അവൻ പറയുകയാണ്, നീ എൻ്റെ അതിരിനെ വിശാലമാക്കണം. 3, അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് പറയുവാൻ ഒന്നേ ഉള്ളൂ, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. 4, അവൻ പറയുകയാണ്, വ്യസനത്തിനുള്ളതായ സാഹചര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി എന്നെ അവിടുന്ന് കാക്കുമാറാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ജബേസിനെ പോലെ നാം കടന്നുപോയതായ സാഹചര്യങ്ങളിൽ പലപ്പോഴും 2024 ദിനങ്ങളിൽ നമ്മെ വിളിച്ചതായ, നമ്മെ കണ്ടതായ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങൾ, അതെ, അവൻ വ്യസനപുത്രനാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ വിശാലതയില്ലാതെ ഞെരുക്കത്തിലിരിക്കുന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം അവനോട് കൂടെയില്ല. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വ്യസനത്തിന് കാരണമായി എന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി അതെ പിശാചും മറ്റുള്ളവരും മുദ്രകുത്തിയപ്പോൾ അത് ഈ നിന്ന മാറ്റിക്കിട്ടുവാൻ, ഈ വ്യസനത്തിൻ്റെ അവസ്ഥ മാറ്റിക്കിട്ടുവാൻ ജബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. So when he prayed, the Lord has heard his prayer and he answered to his prayer because he understood. And the Jabez, he is praying from the bottom of his heart. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ആവശ്യക്കാരാണെന്ന് മനസ്സിലാകുമ്പോൾ, യഥാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിന് മനസ്സിലാകുമ്പോൾ, ദൈവം തീർച്ചയായും ജബേസിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ എൻ്റെയും ഞങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കും. ജബേസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്, ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ അതേ വ്യസനത്തിന്റെ സന്തതി എന്നറിയപ്പെട്ടവനെ, അവന്റെ അതേ പേരിനെ ദൈവം തിരുത്തി എഴുതി. അവന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി, അത് ദൈവകരങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടവനായി, പരിപാലിക്കപ്പെട്ടവനായി, അവന്റെ അതിർവരമ്പുകൾ ദൈവവന് വിശാലമാക്കി കൊടുത്ത വ്യസനത്തിനുള്ളതായ സാഹചര്യങ്ങളെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിൽ നിന്നുള്ള നീക്കുപോക്കുകളെ നൽകി അവനെ ക്ഷേമത്തോടെ വഴി നടത്തി. My dear brothers and sisters, so God has blessed Jabez and he enlarged his territory and he protected and provided everything what he needed and he kept him away from the harmful, disastrous things. So this is what exactly God is going to do in our life in the new year. Lord will bless us. And he will enlarge the territory of our, life. That may be, in our working place or in our personal life, in our family life, in our church. And he will protect and provide everything, and he will keep us away from every harmful things. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ
ദൈവം നമുക്ക് വേണ്ടി അതേ 2025 അതേ നന്മയുടെ കരം നമുക്ക് വേണ്ടി നീട്ടി. നമ്മുടെ വ്യസനത്തെ അവൻ അകറ്റി. നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ വിശാലതകളെ നൽകി. നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി നമ്മെ ക്ഷേമത്തോടെ വഴി നടത്തുവാൻ ശക്തനാണ്. 2025 ഓരോ ദിനങ്ങളിലും സർവ്വ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നമ്മൾ കുടുംബമായി, വ്യക്തിപരമായി, സഭയായി അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും അതേ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless each one of us with every heavenly blessings, amazing grace upon our life, like Jabez experienced in his life. So we will be enjoying the blessings of God in year 2025. May God bless you. I and my family wish you every blessings upon you and your family and generation after generation. May God bless you. Thank you very much.